നമ്മൾ ഭയങ്കര പ്രൊഫഷണൽ ആണ്. ബ്ലൂ ഗ്രീനും ആയാലും കുഴപ്പമില്ല, യെല്ലോ വേണ്ട, യെല്ലോ വേണ്ട, യെല്ലോ പേപ്പർ വലിച്ചെറിയും. വലിയ പ്ലക്കാർഡ്. കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മുടെ പെർഫോമൻസ് ഭയങ്കര മോശമായിരുന്നു. ഈ വർഷം പക്ഷെ ഓവറോൾ ഞങ്ങൾ ഇന്നേ വരെ ജയിച്ചിട്ടില്ല. ഞാൻ ഇറങ്ങുന്ന വരെ ജയിച്ചിട്ടില്ല. പാർട്ടിക്കാരെ കണ്ണിച്ചേരി പൂരി അടിക്കുന്നു അങ്ങനെ ഒരു ക്രിസ്ത്യാനിയും ഒരു മുസ്ലിം ബെല്ലി ഡാൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. 1 2 3 സ്റ്റാർട്ട്. ഓഡിയോ സിങ്ക് ചെയ്യണ്ടേ? ഓഡിയോ സിങ്ക് ചെയ്യണമെങ്കിൽ ക്ലാപ്പ് അടിക്കണം. കഴിഞ്ഞ വീഡിയോയിൽ ഓഡിയോ ഓണാക്കാണ്ട് സിങ്ക് ചെയ്ത് ഓർമ്മയുണ്ടോ? ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ നോക്കുന്നത്. ബൈക്ക് ഓൺ ആക്കിയിട്ടില്ല. 30 കിട്ടുക്ക് വീഡിയോ. അയ്യോ, ബൈക്ക് ഓൺ ആക്കിയില്ല. ബൈക്ക് ഓണാക്കിയില്ല കേട്ടോ. നമ്മൾ ഭയങ്കര പ്രൊഫഷണൽ ആണ്. റെക്കോർഡിംഗ് വർക്ക് ചെയ്യുന്നില്ല. നിങ്ങളുടെ സ്കൂളിലെ മച്ചു ഈ സ്കൂൾ എലക്ഷൻ, ഹൗസ് എലക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നോ? സ്കൂളിൽ പഠിക്കും, സ്കൂളിൽ, കോളേജ് അല്ല, സ്കൂളിലാ എലക്ഷൻസ്. കോളേജുണ്ട്, സ്കൂളിലാ എലക്ഷൻസ്. സ്കൂളില് നിങ്ങൾക്ക് സ്കൂളിൽ ഇങ്ങനെ എലക്ഷൻ കൊടുത്ത് പവർ കൊടുത്തിട്ട് അവർക്ക് എന്ത് ചെയ്യാനാണ്? അല്ല, ഇലക്ഷൻ ചെയർമാൻ ഇങ്ങനെ ഈ റെഡ് ഹൗസ്, ബ്ലൂ ഹൗസ്, ഗ്രീൻ ഹൗസ്, യെല്ലോ ഹൗസ് അങ്ങനെ ഒന്നും പറയത്തില്ല. ഹൗസുകളുണ്ടായി അതിലൊരു ലീഡർ ഈ സ്പോർട്സിൽ ജയിക്കുന്ന ടീമിന്റെ അങ്ങനെയായിരുന്നു. അല്ലാതെ എലക്ഷൻ ഉണ്ടായില്ല. ടീമൊക്കെ ഇത് ഞങ്ങൾക്ക് വന്നിട്ട് ഇപ്പൊ ബെഞ്ചിൽ ഇപ്പൊ ഇത്ര പേര് ഇരിക്കണ്ടാവില്ലേ? അപ്പൊ അങ്ങനെ ഇപ്പൊ റെഡ് യെല്ലോ എടുക്കും. ആ സമയത്ത് എടുക്കും. നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. അയ്യോ, ഞാൻ 5ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ ഞാൻ റെഡ് ഹൗസ് ആയിരുന്നു. ഓ, എനിക്ക് ഞങ്ങൾക്ക് അങ്ങനെ ഓരോ കൊല്ലം ഓരോ ഹൗസ്. നീ ഏത് ഹൗസ് ആയിരുന്നു? യെല്ലോ ഹൗസ്. 5ാം ക്ലാസ്സിൽ നമ്മളൊരു ഹൗസ് സെലക്ട് ചെയ്യും. നമുക്ക് അസൈൻ ചെയ്ത് തരും. അല്ല, നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. റാൻഡം ആയിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ബെഞ്ച് വന്നിരുന്നിട്ട് അന്ന് വന്നിട്ട് റെഡ് യെല്ലോ ബ്ലൂ, റെഡ് യെല്ലോ ബ്ലൂ അങ്ങനെയൊക്കെ പറഞ്ഞു. ഞങ്ങൾക്ക് 5ാം ക്ലാസ്സിൽ എടുക്കുന്ന സെലക്ട് ചെയ്യുന്ന ഹൗസ് 10ാം ക്ലാസ് വരെയും ആ ഹൗസ് ആണ്. ആർട്സ് വന്നാലും സ്പോർട്സ് വന്നാലും നമ്മൾ ഈ ഹൗസിനെ റെപ്രസെന്റ് ചെയ്ത് 5 തൊട്ട് +2 വരെ, 10ാം ക്ലാസ് വരെ +1 ആകുമ്പോഴത്തേക്ക് മിക്സ് ചെയ്യും. വേറെ പിള്ളേരൊക്കെ വരുന്നുള്ളൂ. ഒന്നും കൂടി എനിക്ക് റെഡ് ഹൗസ് ആവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം ഞാൻ ചെറുപ്പം മുതലേ റെഡ് ബാനൊക്കെ ഞാൻ സേവ് ചെയ്തിരിക്കുകയാണോ. ഞാൻ +1 എത്തിയപ്പോ ഞാൻ എല്ലാ ഹൗസും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നു. ബ്ലൂ ഗ്രീനും ആയാലും കുഴപ്പമില്ല, യെല്ലോ വേണ്ട, യെല്ലോ വേണ്ട, യെല്ലോ അല്ല. അപ്പൊ ഈ എലക്ഷൻ നടത്തിയിട്ട് അങ്ങനെ അപ്പൊ ഇങ്ങനെ ഈ ഓരോ ഹൗസ് കാണുമല്ലോ. അപ്പൊ ഹൗസ് കാണുമ്പോഴത്തേക്കും എന്ത് പരിപാടി, ഇപ്പൊ ആർട്സ് വന്നാലും സ്പോർട്സ് വന്നാലും ഈ ഹൗസുകൾ തമ്മിലായിരിക്കും മത്സരം. അപ്പൊ ഈ ഹൗസിനെല്ലാം കൂടെ ഒരു ക്യാപ്റ്റൻ കാണും. ഹൗസ് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞിട്ടൊരു ക്യാപ്റ്റൻ കാണും. അവരായിരിക്കും എല്ലാം ലീഡ് ചെയ്യുന്നത്, എല്ലാം ഓർഗനൈസ് ചെയ്യുന്നതും. അതായത് ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ആ കോമ്പറ്റീഷൻ ലീഡ് ചെയ്യുന്ന ഒരാൾ വേണമല്ലോ. അതങ്ങനെയല്ല. റെഡ് ഹൗസിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു ഞാൻ. റെഡ് ഹൗസ് ക്യാപ്റ്റൻ ഒന്നും ക്ലാസ്സിൽ ഒരു ക്യാപ്റ്റൻ കാണും. ഓരോ ക്ലാസ്സിനും ഉണ്ട്. പക്ഷെ പിന്നെ മെയിൻ ആയിട്ട് മെയിൻ സ്കൂളിൽ ക്യാപ്റ്റൻ ഓരോ ഹൗസിന് അതിന് ഇലക്ഷൻ നിൽക്കണം. അതിന് ഇലക്ഷൻ ആഗി നിന്നിട്ടുണ്ട്. എല്ലാ ഹൗസാണോ? ഗ്രീൻ ഹൗസ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് 10th വരെ ഞാൻ യെല്ലോ ഹൗസ് ആയിരുന്നു. പക്ഷെ +1 ആയപ്പോൾ ഷഫിൾ ചെയ്ത് ഞാൻ ഗ്രീൻ ആയി. ഗ്രീൻ ഹൗസിന്റെ ക്യാപ്റ്റൻ ഞാനായിരുന്നു ആ വർഷം. ബഹറിന്റെ സ്കൂളിലൊക്കെ എങ്ങനെയാ? ഇങ്ങനെ തന്നെ ഉണ്ട്. എലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൗസ് ക്യാപ്റ്റനെ സെലക്ട് ചെയ്യാൻ വേണ്ടിട്ട് ഒരു എലക്ഷൻ കാണും. ഈ സ്കൂളിൽ സ്കൂളിൽ തന്നെ ഇലക്ഷൻ ആണോ ഉപയോഗിക്കുന്നത്? ആ ഇലക്ഷൻ ആണോ നിങ്ങൾ പറയുന്നത്? അപ്പൊ എല്ലാം സ്കൂളിലെ എല്ലാ പിള്ളേരും പോയി വോട്ട് ചെയ്യും. അതായത് ഇപ്പം ഓരോ ക്ലാസ്സിലും ഓരോ ഹൗസിലെ പിള്ളേർ കാണുമല്ലോ. അപ്പം ഓരോ ക്ലാസ് ആയിട്ട് കൊണ്ടുപോയിട്ട് ഇലക്ഷൻ പോലെ നിങ്ങൾ ഈ ബൂത്തിലാണ്, ഞങ്ങൾ ആ ബൂത്തിലാണ്. ഒരു ക്യാപ്റ്റനും ഒരു വൈസ് ക്യാപ്റ്റനും വേണ്ടിയിട്ട് വോട്ട് ചെയ്യും. അത് വളരെ ആ ദിവസം ക്യാൻവാസ് ചെയ്യാൻ പറ്റത്തില്ല. അത് മറ്റേ കറക്റ്റ് റിയൽ ഇലക്ഷൻ അതിന്റെ സെയിം പ്രോസസ്സാ. അതായത് ഇലക്ഷൻ ഡേറ്റ് ഒന്നും ക്യാൻവാസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ക്യാൻവാസ് ചെയ്താൽ അവർ ഡിസ്ക്വാളിഫൈഡ് ആവും. ഒരാഴ്ച വരെ. ഞാൻ 5ാം ക്ലാസ്സിൽ സ്കൂളിൽ വരാൻ നേരത്താണ് ഈ സംഭവം ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ ഞാൻ 5ാം ക്ലാസ്സിൽ ദേവന്മാറിൽ നിന്ന് ട്രിനിറ്റിയിലോട്ട് വന്നു. 5ാം ക്ലാസ്സിൽ നിൽക്കാൻ നേരത്തെ ഇലക്ഷൻ വന്നപ്പോൾ ഈ +1 +2 പഠിക്കുന്ന ചേട്ടന്മാരുണ്ടല്ലോ, സീനിയേഴ്സ്. അതും സീനിയേഴ്സ് പെമ്പിള്ളേർ. അപ്പം നമ്മുടെ ക്ലാസ്സിൽ പിടിക്കുന്ന ചെക്കൻ നിൽക്കുവാണെങ്കിൽ അവരുടെ ആ ക്ലാസ്സിൽ ഗേൾസ് സപ്പോർട്ട് ചെയ്യില്ല. ഈ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ക്ലാസ്സിൽ അതൊന്നും കൈ നിറച്ച് പേപ്പറുകളാണ്, ഇങ്ങനെ തൊട്ട് പോലെ ചെറിയ ചെറിയ തുണ്ട് ബിറ്റ് പോലത്തെ ആളുടെ പേര്, വോട്ട് ഫോർ ഇങ്ങനെ ഡെൻസിൽ. അന്ന് ഡെൻസിൽ എന്ന് പറഞ്ഞ ചേട്ടൻ ഉണ്ടായിരുന്നു. ഞാൻ 5ാം ക്ലാസ്സിൽ വോട്ട് ഫോർ ഡെൻസിൽ. ഞാൻ ചേട്ടനെ വോട്ട് ചെയ്തു. ചേട്ടൻ സ്റ്റൈലാ, നടുക്കുന്നൊക്കെ മുടിയൊക്കെ വളർത്തി കിട്ടില്ല ചേട്ടനായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ വോട്ട് ഫോർ ഡെൻസിൽ. അപ്പൊ ഇവരെല്ലാരും ക്ലാസ് റൂമിലൊക്കെ കയറി വന്നിട്ടുണ്ടല്ലോ. ബ്രേക്ക് ഇന്റർവെൽ ആകുമ്പോൾ ക്ലാസ് റൂമിൽ കയറി വന്നിട്ട് പോക്കറ്റിൽ നിന്ന്
അറിയാലോ വോട്ട് ചെയ്യണം, നമുക്ക് തന്നെ വോട്ട് ചെയ്യണം, എന്നിട്ട് പോകാൻ നേരത്ത് പേപ്പർ വലിച്ചെറിയും. വലിയ പ്ലക്കാർഡൊക്കെ ആയിട്ട് വോട്ട് ഫോർ ഈ ചാർട്ട് പേപ്പറിനകത്തൊക്കെ വോട്ട് ഫോർ എന്നൊക്കെ കളറൊക്കെ അടിച്ച് ഇങ്ങനെ മാർക്കറൊക്കെ വെച്ച് ഗ്ലിറ്ററൊക്കെ അടിച്ച് വോട്ട് ഫോർ ഡെൻസിൽ എന്നൊക്കെ അങ്ങനെ ബ്ലൂ ഹൗസ് ക്യാപ്റ്റൻ എന്നൊക്കെ എഴുതിയിട്ട് ഇങ്ങനെ ക്ലാസ് റൂം മൊത്തം കയറി ഇറങ്ങും, എല്ലാ ക്ലാസ്സും കയറി ഇറങ്ങും. അത് കൊള്ളാം. ഇല്ലേ ക്യാമ്പയിനിങ് ഇതുകൊണ്ട് ഞെട്ടി പോയി, കിട്ടില്ല സെറ്റപ്പ്. അപ്പൊ 2-3 കാൻഡിഡേറ്റ് കാണും കേട്ടോ ഒരു ഹൗസിൽ തന്നെ. 2-3 ഇപ്പൊ +1 +2 പഠിക്കുന്നവരാണ് ക്യാപ്റ്റൻ ആയിട്ട് നിൽക്കുന്നത്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവരാണ് വൈസ് ക്യാപ്റ്റൻ ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ എവിടുന്ന് എല്ലായിടത്തും വരും ആൾക്കാർ. അത് ഫുള്ള് ബഹളോ അല്ല, ബ്രേക്ക് ആകുമ്പോഴത്തേക്കും ഫുൾ ബഹളോ, കാരണം ഓരോരോ ക്ലാസ് കയറി ഇറങ്ങി നല്ല രസമായിരിക്കും അല്ലേ? പിന്നെ കിട്ടില്ല. എന്നിട്ട് നിനക്ക് ഓർമ്മയുണ്ടോ ഈ ഇലക്ഷന്റെ ക്യാൻവാസിങ് ഇന്ന് നാളെ തൊട്ട് ഇപ്പൊ ക്യാൻവാസിങ് ആണെന്ന് വെച്ചോ, ഇല്ലെന്ന് വെച്ചോ, നാളെ ക്യാൻവാസ് ചെയ്യാൻ പാടില്ല, നല്ല ഇലക്ഷനാണ്. തലേ ദിവസം എല്ലാ ചേട്ടന്മാരും സീനിയേഴ്സും നമ്മുടെ ക്ലാസ് റൂമിൽ വരും. അപ്പൊ മിസ്സുമാർ സമ്മതിക്കും, മിസ്സുമാർ പറയും ഓക്കെ കയറി സംസാരിക്കണം എന്ന് പറയും. അപ്പൊ ഈ ക്യാപ്റ്റനായിട്ട് നിൽക്കുന്നവർ ക്ലാസ് റൂമിൽ വന്നിട്ട് അറിയാലോ ഞാൻ നിൽക്കുന്നുണ്ട്, ഞാൻ ക്യാപ്റ്റനായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഇതൊക്കെ നോക്കും, അത് നോക്കും, വോട്ട് ചെയ്യണം, വോട്ട് ചെയ്യണം, ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകളൊക്കെ ഞാൻ വളരെ പൊക്കിയെടുക്കാം, അങ്ങനെയൊക്കെ നമ്മുടെ ഹൗസിനെ ഞാൻ മുന്നോട്ട് കൊണ്ട് എല്ലാ ബാത്റൂമിലും ഓരോ പൈപ്പ് വീതം. ഞാനങ്ങനെ കയറി സംസാരിച്ചിട്ടുണ്ട് എല്ലാ ക്ലാസ്സിലും. എല്ലാവർക്കും ഒരു ബോട്ട ബജി ഫ്രീ. ഹൗസ് തമ്മിലുള്ള ഈ ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര വാശി മത്സരമാണ്. പോയിന്റ് ഓരോ മത്സരം ജയിക്കും. അതായത് ഇപ്പം ഡാൻസിന് മത്സരിച്ച് ഫസ്റ്റ് കിട്ടുന്നത് ഏത് ഹൗസ് ആണോ അയാള് ഇത്ര പോയിന്റ് വെച്ച്, ഫസ്റ്റ് ആണെങ്കിൽ 3 പോയിന്റ്, സെക്കൻഡ് ആണെങ്കിൽ 2 പോയിന്റ്, അപ്പം ഏറ്റവും അവസാനം ഫൈനൽ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടും. അപ്പൊ ഭയങ്കര വാശിയാ. ഇപ്പം ചില സമയത്ത് ആർട്സ് ബ്ലൂ ഹൗസ് കൊണ്ടുപോയി, സ്പോർട്സ് റെഡ് ഹൗസ് ഉണ്ട്, പിന്നെ ഗെയിംസ് ഉണ്ട്, ഇങ്ങനെയൊക്കെ പറയും. തന്റെ സ്പീച്ച് എന്തായിരുന്നു? നീ എന്താ ക്ലാസ്സിൽ പറഞ്ഞു? 2012-13 കണ്ടത്. 10 കൊല്ലത്തിന് മേലെ എന്റെ ഇലക്ഷൻ പാസ്സാക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഒരു മൊട്ട ബജി. മലയാളത്തിലും പറയാൻ പറ്റത്തില്ല, ഇംഗ്ലീഷിൽ സ്പീച്ച് എങ്ങനെയായിരിക്കും? പാർട്ടി പരിപാടി ഞാൻ കളറാക്കുന്നതായിരിക്കും, വോട്ട് ചെയ്ത കളറായിരിക്കും, കളർഫുൾ ലൈഫ് വേണോ വേണ്ട, സിമ്പിൾ. ഞാൻ അവിടെ പോയി എന്താ പറയാ എനിക്ക് ഓർമ്മയില്ല. ഞാൻ പറഞ്ഞ ഹൗസിനൊക്കെ നമ്മൾ വിജയിപ്പിച്ച് നമ്മൾ ഫസ്റ്റ് അടിക്കില്ല. നിങ്ങൾക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞാൻ മുമ്പിൽ പ്രിൻസിപ്പളോട് ഞാൻ സംസാരിക്കും നിങ്ങൾക്ക് വേണ്ടി. മറ്റേ നടുക്ക് അവരുടെ നടുക്കോടെ ഏത് മരണം യോദ്ധാക്കൾ, ഗ്രീൻ ഹൗസ് ആർട്സ് അടിച്ചത് മരണം, യെല്ലോ ഹൗസ് അതടിച്ചത് മരണം. കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മുടെ പെർഫോമൻസ് ഭയങ്കര മോശമായിരുന്നു. ഈ വർഷം നമ്മള് ബെഞ്ച് അടിച്ചിട്ട് പേടിക്കണ്ട എടുത്തോട്ടെ. ചേട്ടന്മാരിങ്ങനെ ഒന്ന് ചെയ്യുമ്പോ രോമാഞ്ചം വരും. നമ്മള് ചെറുപ്പത്തിൽ ഓർമ്മയുണ്ടോ, നമുക്ക് ഭയങ്കര ആവേശം ചേട്ടന്മാരൊക്കെ വന്നു, ഇങ്ങനൊക്കെ സീനിയേഴ്സ് ഒക്കെ നമ്മുടെ +1 +2 ചേട്ടന്മാർ വരുമ്പോ നമുക്ക് ഭയങ്കര. ചേച്ചിമാര് കാണാം മോനെ വോട്ട് ചെയ്യണ കെട്ടണം മോനെ, ചേച്ചിമാര് വന്നിട്ട് ഈ ചേച്ചിമാരെ കൊണ്ടുവരുന്നത് എന്തിനാ? അതായത് 5ാം ക്ലാസ്സിലെ കൊച്ചു പയ്യന്മാരാണല്ലോ, അപ്പൊ അവരൊക്കെ സോപ്പിട്ട് കഴിഞ്ഞാൽ വോട്ട് ചെയ്യണം, ഞങ്ങൾ ഓക്കെ ചേച്ചി ഞാൻ വോട്ട് ചെയ്തിരിക്കും, ഞാൻ ചേച്ചിക്ക് വേണ്ടി ഞാൻ അവനെ വോട്ട് ചെയ്യും. ഇതൊന്ന് ആലോചിച്ച് നോക്കി, അവര് ഇലക്ഷന്റെ തലേന്ന് ഇരുന്ന് എത്ര പേര്. കാരണം കുറച്ചാൾ കഴിഞ്ഞപ്പോ പിന്നെ പ്രിന്റ് ഔട്ട് വരാൻ തുടങ്ങിയല്ലേ. ആദ്യമൊക്കെ പേന വെച്ച് തന്നെ ഇലക്ഷൻ ഡ്യൂട്ടി പ്രിന്റ് എടുത്ത് പിന്നെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കട്ട് ചെയ്ത് അത് നല്ലൊരു പരിപാടി ആയിരിക്കും. പ്രിന്റ് ലിസ്റ്റ് മാത്രമല്ല, ഇൻഫന്റിലും മൗണ്ട് കാർമലും അത്യാവശ്യം അവിടെയൊക്കെ എല്ലാ സ്കൂളിലും ഉണ്ട് ഇലക്ഷൻ. അത് പക്ഷേ നല്ലൊരു സംഭവമല്ലേ ഒരു ഇലക്ഷൻ നമ്മൾ നേരത്തെ കുഞ്ഞിലെ ഐഡിയ കൊടുക്കുന്നല്ലേ. പൗരത്വം, ഓരോ ലീഡർഷിപ്പും, കാരണം ഓരോ ക്ലാസ്സിലും ഉണ്ടാവും നമുക്ക് ക്ലാസ്സിലെ ഹൗസ് ക്യാപ്റ്റനായിട്ട്. ഇത് ഞങ്ങളുടെ സ്പോർട്സ് ബേസ്ഡ് ആയതുകൊണ്ട് ഇപ്പൊ ഇവ സ്പോർട്സിൽ ഇത്ര ഓർഡർ, അപ്പൊ അവൻ തന്നെ ക്യാപ്റ്റൻ, അവൻ തന്നെ സ്പോർട്സിന് മാത്രമേ ഉള്ളല്ലേ അങ്ങനെ. മെയിൻ ആയിട്ട് സ്പോർട്സ് തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. ഏതാണ്ട് ഒരു ദിവസം ആർട്സിനൊക്കെ വന്നായിരുന്നു തോന്നുന്നുണ്ട്. പക്ഷെ നമുക്ക് സ്പോർട്സിനും ആർട്സിനും എല്ലാത്തിനും ഉണ്ടായിരുന്നു. പക്ഷെ ഏറ്റവും വിറ്റ് എന്താണെന്നറിയോ, ഞാൻ നിന്ന സമയം തൊട്ട് ഒരു ഓറഞ്ച് ഹൗസ് ആയിരുന്നു, വിക്രം സാറാഭായ് എന്ന് പറഞ്ഞിട്ട്. ആ ഹൗസ് ഇന്നേ വരെ സ്കൂളിൽ ജയിച്ചിട്ടില്ല. ഞാൻ ഇറങ്ങുന്ന വരെ അങ്ങനെ ജയിച്ചിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും കോമ്പറ്റീഷൻസ് ഒക്കെ ജയിച്ചിട്ടുണ്ടാവും. എന്നിട്ട് ആനുവൽ ഡേ ആകുമ്പോഴത്തേക്കും ഈ ജയിച്ച ഹൗസുകൾക്ക് കപ്പ് കൊടുക്കും. ഞങ്ങളുടെ അവിടെ ജയിക്കുന്ന എപ്പോഴും യെല്ലോ അല്ലെങ്കിൽ റെഡ്. ഇലക്ഷൻ ഞാൻ വികാരത് പക്ഷെ കോളേജില് പാർട്ടി ഇലക്ഷൻ അല്ലേ അത്? അല്ല, കോളേജില് പാർട്ടി മെക്ക് അറിയോ. ഈ ഇലക്ഷൻ ഉണ്ടല്ലോ, അപ്പം നമ്മൾ കുഞ്ഞായിട്ടിരിക്കുമ്പോൾ ഇതൊക്കെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ +1 +2 എത്തി നമ്മളായല്ലോ മെയിൻ ക്യാപ്റ്റൻ. ഇപ്പൊ ആഗിക്ക് ഇപ്പൊ ഇലക്ഷൻ നിൽക്കുന്ന സമയം വരും, അപ്പോഴാണ് നമ്മൾ മറ്റേ ഇലക്ഷൻ ഡ്യൂട്ടി കിട്ടുന്നത്. ആ സമയത്തുണ്ടല്ലോ ഞാൻ മറ്റേ ഹൗസ് ക്യാപ്റ്റനുമായിട്ട് ഇലക്ഷൻ നിൽക്കുന്നില്ല, പക്ഷെ ആഗിൽ ക്ലാസ് ചെയ്തിട്ട്
സാറേ വീട്ടിലൊന്നും വേണമായിരുന്നു എന്തിനാണോ ഒരു ഹൗസ് അല്ല, ഒരു ഹൗസ് പോലും അല്ല. എന്നാലും അവര് ചിന്തിക്കുന്നില്ലല്ലോ. അവര് ചിന്തിക്കും, അതായത് ഇവന്റെ ഹൗസും അവന്റെ ഹൗസും വേറെയാണ്. അവരൊന്ന് ചോദിക്കുമ്പോൾ ബ്ലൂ ഹൗസ് ക്യാപ്റ്റൻ, നീ ഏത് ഹൗസായിരുന്നു? ഗ്രീൻ ഹൗസ് ക്യാപ്റ്റൻ വന്ന് ആക്ടിൽ ഒന്ന് വിളിക്കുന്നു. അപ്പൊ അവർ ഒബ്വിയസ്ലി പീറ്റർ ഗ്രീൻ ഹൗസ് ആണെന്ന് സാറ് വിചാരിക്കും. ഞാൻ കാരണം നമുക്കങ്ങനെ ആൾക്കാരൊക്കെ ഒരു ഹെൽപ്പിനൊക്കെ വേണ്ടി വിളിക്കും. ആർട്സ് വരുന്നതിന് ഒരു 2-3 ആഴ്ച മുന്നേ തന്നെ പ്രിപ്പറേഷൻ എല്ലാം തുടങ്ങും. അതായത് ഓരോ പിള്ളേരെ കണ്ടുപിടിക്കണം. ഞങ്ങൾ വേണം സെലക്ട് ചെയ്യാനായിട്ട്. അതായത് ഒരു ഐറ്റത്തിന് 3-4 പേരെ നമുക്ക് കോമ്പറ്റീഷന് വിടാം. അപ്പം എല്ലാവരുടെയും നമ്മൾ ഓരോ ക്ലാസ്സിലും പോയിട്ട് ആർക്ക് താല്പര്യം ഉണ്ടെന്ന് നോക്കും. അപ്പോൾ ഒരുപാട് പേരുണ്ടെങ്കിൽ അവരെ കൊണ്ട് നമ്മൾ ഒരു ചെറിയൊരു ടെസ്റ്റ് പോലെ ആരാണോ അതിൽ ഏറ്റവും ബെസ്റ്റ്. കാരണം രണ്ടുപേരല്ലേ നമ്മുടെ ഹൗസിന് വേണ്ടി നിന്റെ കഴിവ് നീ എന്നെ കാണിക്കാം. റെപ്രസെന്റ് ചെയ്ത് ചിലപ്പം ഈച്ച് ഹൗസിനും 2 റെപ്രസെന്റേഷനെ കാണത്തുള്ളായിരിക്കും. 2 പേരെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ കഥാപ്രസംഗമാണെങ്കിൽ പാട്ടുപാടാനാണെങ്കിൽ എന്റെ ഹൗസിന് റെപ്രസെന്റ് ചെയ്ത് 5ാം ക്ലാസ്സിൽ നിന്ന് 2 പേര്, 6ാം ക്ലാസ്സിൽ നിന്ന് 2 പേര്. അപ്പൊ 6ാം ക്ലാസ്സിൽ ഒരുപാട് പേര് കാണും കഴിവുള്ള. അപ്പൊ അതിന് ബെസ്റ്റ് ചൂസ് ചെയ്യേണ്ടതും ഇവനാ. പവർ. അപ്പൊ അതിന് വേണ്ടിട്ടൊക്കെ പിള്ളേരൊക്കെ വിളിച്ചോണ്ട് പോവാ. ഇന്ന് മറ്റേ ഇതുണ്ട്, എന്തുവായിരുന്നാലും നമ്മൾ വിളിക്കുന്ന സെലക്ഷൻ ഉണ്ടെന്ന് പറയുമ്പോൾ സെലക്ഷന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പോയി റാഗി 3ാമത്തെ പീരീഡ് അങ്ങേറുന്ന പീരീഡ് നീ ഒന്ന് വിളിക്കണം കേട്ടോ പ്ലീസ്. അതുപോലെ അയാൾ വരുന്നതിന് മുമ്പ് വിളിക്കണം. കാരണം അയാൾ വന്നിട്ട് വിളിച്ചാൽ വിടത്തില്ല. അങ്ങനെ ആക്ച്വലി ഇന്റർവ്യൂ അങ്ങനെയൊക്കെ വന്നിട്ട് ഈ സെലക്ഷന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ എനിക്ക് ആരെങ്കിലും ഹെൽപ്പ് വിളിക്കണമെങ്കിൽ എനിക്ക് വിളിക്കാം. എനിക്ക് അങ്ങനെ ആര് വേണമെങ്കിലും ഏത് ക്ലാസ് വേണമെങ്കിലും വിളിക്കാം. ആരും ഒന്നും ചെയ്യില്ല. അപ്പഴത്തേക്ക് രാവിലെ ആകുമ്പോ എന്റെ ക്ലാസിന്റെ ഫ്രണ്ട് വരത്തവര് വന്നിക്കടോ എന്നെ വിളിക്കണേ, എനിക്ക് ടെസ്റ്റ് ഉണ്ട്, എന്നെ ഒന്ന് വിളിക്കണം. പക്ഷെ ഇവനൊക്കെ ഞാൻ എന്തോരം തവണ വിളിച്ചിട്ടുണ്ടോ. ഞാൻ ചില സമയത്ത് ലേറ്റ് ആവുമല്ലോ, പറഞ്ഞ സമയത്ത് വരത്തില്ല. ഞാൻ പഠിക്കേണ്ടി വരുമോ, ക്ലാസ്സിൽ പഠിക്കേണ്ടി വരുമോ ദൈവമേ. ഇവരെ വിളിച്ചിറക്കും. എന്നിട്ട് ഇവരങ്ങ് പോകുമ്പോ ലൈബ്രറിയിലോ ക്യാൻറ്റീനിലൊക്കെ പോകുമ്പോ ഇരിക്കും. ഓക്കെ ആക്കി ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഫോൺ വിളിച്ചു നോക്കണം, എന്താ വരാത്തെന്ത്. അന്ന് ഫോണില്ലല്ലോ. അപ്പൊ വെയിറ്റ്, ഇപ്പൊ നമുക്ക് അറിയത്തില്ലേ മറന്നു പോയോ പറഞ്ഞായിരുന്നു. 3ാമത്തെ പീരീഡ് എന്ന് പറഞ്ഞു വല്ല മറന്നു പോയി കാണോ. ഇങ്ങനെ കാത്തിരിക്കും. വരുമ്പോ ജനലിൽ കൂടെ കാണുമ്പോ സമയം എന്നിട്ട് പോവും. എന്നിട്ട് ഓക്കെ താങ്ക്സ് ഞാൻ. അപ്പൊ ആ സമയത്തുണ്ടല്ലോ ചില ഈ ഞങ്ങളുടെ അവിടെ പരിപാടിയൊക്കെ നടക്കുന്ന കുറെ ഹോളുണ്ട്. അപ്പൊ അവിടേക്കാണ് ഈ സെലക്ഷൻ നടക്കുന്നതും ഇങ്ങനെ അത് ഇത് ഡ്യൂട്ടീസ് ഒക്കെ ചെയ്യുന്നതും. അപ്പൊ ഞാൻ അവിടെ പോയി കഴിയുമ്പോ പല പിള്ളേരൊക്കെ ആണല്ലോ. ഞാൻ ഇങ്ങനെ എന്തുകൊണ്ട് ഇവിടുന്ന് ഗാനമേള ഹൗസ് ക്യാപ്റ്റൻ വിളിച്ചിറക്കിയാളാ. ഞാനിങ്ങനെ നടന്ന് മൈൻഡ് പ്രാക്ടീസ് ചെയ്യുന്ന പല പ്രാക്ടീസ് ചെയ്യുന്നവരൊക്കെ ഇങ്ങനെ നോക്കി അവിടെയൊക്കെ പോയി സംസാരിച്ച് എന്താ വിളിക്കൂ നിങ്ങൾക്ക് തന്നെയാണ് ഫസ്റ്റ്. കേട്ടോ ഞങ്ങൾ ഫസ്റ്റ് കൊണ്ടുപോയിരിക്കും, എല്ലാവർക്കും സപ്പോർട്ട് കൊടുക്കും, മോട്ടിവേഷൻ കൊടുക്കും. അല്ല പിള്ളേർ പറയണ്ടോ ഹെഡ് ക്യാപ്റ്റൻ അല്ല, അതാണ് ശരിക്കുള്ള സിഗ്മ. പീറ്റർ സ്വയം ഫോണില് ബീജ കിട്ടി നടന്നു പോകും. വർഷം മൊത്തം അതല്ലേ ഞാൻ പറയാം. ഞാൻ മുന്നത്തെ എപ്പിസോഡ് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ ലൈഫിൽ ഏറ്റവും അടിപൊളി പ്ലസ് 1 ഞാൻ പറഞ്ഞ അത് ഈ സമയത്തായിരുന്നു. ഭയങ്കര എൻജോയ്മെന്റ് ആയിരുന്നു, ഭയങ്കര ഫുൾ ഫ്രീഡം. എപ്പോ കാണാനും എനിക്ക് ഇറങ്ങിപ്പോ. എന്റെ അടുത്ത് ഒരു ടീച്ചേഴ്സും ആരും ഒന്നും ചോദിക്കില്ല. എന്റെ ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് ടൈം പ്ലസ് 1 പ്ലസ് 2 ആണ്. ഈ ഇലക്ഷനിലോണ്ടല്ല ഫ്രീഡത്തിന് എനിക്ക് കലോത്സവമായിരുന്നു. പീറ്റർ ഞാൻ വോട്ട് ചെയ്താണ് സത്യമായിട്ടു. ഞാൻ എത്ര ക്ലാസ്സിലാണ്? 1ാം ക്ലാസ്സിലാണ്. ഞാൻ പ്ലസ് 2 5ാം ക്ലാസ് കഴിഞ്ഞാൽ വോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ? 4ാം ക്ലാസ് വരെ ഞാൻ 6ല് പീറ്ററിന് ഞാൻ വോട്ട് ചെയ്തു. പീറ്റർ പറയാൻ പറ്റത്തില്ല, ജയിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ വേണ്ട, അതന്നെ നമ്മള് എല്ലാവരും കൂടി എനിക്ക് വോട്ട് ചെയ്യും. ഗ്രീൻ ക്യാപിറ്റലുള്ള നിങ്ങൾ നൈസായിട്ട് എന്നെ പൂശി 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 ഊക്കുവാണല്ലോ. എനിക്ക് മനസ്സിലാവുന്നില്ല. $100 വീട്ടിൽ പോകാൻ പൈസ ഇല്ല. പൈസ ഒക്കെ കൊടുക്കും എല്ലാരും. അതുകൊണ്ട് ബൊട്ടപപ്സൊക്കെ മേടിച്ച് കഴിക്കും. അത്യാവശ്യം പൈസ ഞാൻ മുക്കിയിട്ടുണ്ട് കേട്ടോ. കാരണം ഓണപരിപാടിക്ക് വരുമ്പോ അതിനും ഉണ്ട് കോമ്പറ്റീഷൻ, മത്സരം. അപ്പൊ 4 ഹൗസുകൾ തമ്മിൽ അത്തപ്പൂക്കള എല്ലാ ക്ലാസ്സിലും നമ്മൾ പിരിക്കും. പിള്ളേരുടെ 5-10 പിരിക്കുമെന്ന് എനിക്കറിയാം, ബാക്കി എന്ത് കമ്മിറ്റിയിലും മാറ്റം വരുത്താൻ കമ്മിറ്റി മെമ്പേഴ്സ്. കൊല്ലത്തൊരു കടയുണ്ട് അറിയോ, മറ്റേ നമ്മുടെ
RP മോളിന്റെ ഓപ്പോസിറ്റ് ഒരു പൂക്കടയുള്ള അറിയാം ഒരു. പിന്നെ RP മോളിന്റെ ഓപ്പോസിറ്റ്. അപ്പൊ അവിടെ പോയിട്ടോ ഞങ്ങൾ പൂ മേടിക്കാൻ. ചേട്ടാ ഒരു ബ്ലാങ്ക് ബില്ല് കിട്ടുമോ? അതേപോലെ ബ്ലാങ്ക് ബില്ലും തരാൻ പറ്റത്തില്ല. നിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. ഞാൻ വേണ്ട കുറച്ച് കൂട്ടിയിട്ട് തരാമെന്ന്. അത്ര ഞാൻ തരുന്നത് നീ എടുത്താൽ മതി. പേര് പോയാലോ. അങ്ങനെ പുള്ളിക്കാരൻ ഇച്ചിരി 100 രൂപ കൂട്ടിയിട്ട് അങ്ങനെ കുറച്ച് പൈസ. ഓ അത് ശരിയാട്ടാ. പൂ കമ്മിറ്റി ഉണ്ടാക്കണ പൈസയൊന്നും. എടാ പൂന്ന് ചെമ്പരത്തിയാടാ. നിനക്ക് ഞങ്ങള് പിരിച്ച 5000 ചെമ്പരത്തി പൂവും ചമ്മന്തിയൊക്കെ അവന്റെ വീട്ടിൽ നിന്ന് തന്നെ പറിച്ചതായിരിക്കും. ശരിക്കുള്ള പൂക്കളത്തില് തെച്ചിപ്പൂ ക്യാപ്റ്റൻ പറഞ്ഞതല്ലേ, അതും ഗ്രീൻ ഹൗസ് ക്യാപ്റ്റൻ ഗ്രീൻ. ഞാനാണെങ്കിൽ കുറച്ച് കരിവേപ്പില ഇട്ടത്. എന്റെ വീട്ടിൽ കരിവേപ്പില ഉണ്ട്. ഇതെന്താ കരിവേപ്പില മണമൊക്കെ ഇരിക്കും. പൂക്കളത്തിന് ബീട്രൂട്ട് ഒക്കെ ഇടുന്ന ആൾക്കാരുണ്ട്. പൂക്കള മനസ്സല്ലേ അവരൊരു കളർ മാത്രം ഉദ്ദേശിക്കുന്നു. എങ്ങനെയെങ്കിലും കളർ വെച്ചാൽ മതി. ബാക്കി മഞ്ഞ കളറിന് ഒരു വേറെ വലുതുണ്ടാകും. ഞാനൊന്നും ചിന്തിച്ചില്ല. ടോപ്പിക് മണി അടിക്കും കേട്ടല്ലോ. അങ്ങനെ ക്ലാസ് ഇരുന്നിട്ടേ ഇല്ല ഫുൾ ടൈം. കാരണം ഒരു പരിപാടി വരുമ്പോ അടുത്ത പരിപാടി വരും. ഇപ്പം ആർട്ടിസ്റ്റ് കഴിയുമ്പോഴത്തേക്ക് ഓണം വരും. ഓണം കഴിയുമ്പോഴത്തേക്ക് സ്പോർട്സ് വരും. സ്പോർട്സ് കഴിയുമ്പോഴത്തേക്കും കാർട്ടൂൺ ഡ്രോയിങ്. നന്നായി പടം വരയ്ക്കും. അത്രക്കൊന്നും ഇല്ല. പക്ഷെ അത് പിക്കാസോ ലെവൽ. അത് ഇൻസിയാട്ടോ. ഇൻസിയാണോ ഞാൻ കലോത്സവത്തിന് പോയത്. അപ്പം അന്ന് ഈ കലോത്സവത്തിന് അപ്പൊ ഇൻസിയാണ് ഹെഡ് ബോയ്. ഇവൻ പറഞ്ഞില്ല ഈ ഇങ്ങനെയൊക്കെ പല ഗ്രൂപ്പ് ഗ്രൂപ്പിന്റെ മുകളിലുള്ള ആളാണ് ഹെഡ് ബോയ്. ഹെഡ് ബോയ്. അപ്പൊ ഇൻസിയാണ്. അപ്പൊ ഇൻസിയാണ് ഈ ഞാൻ കഴിഞ്ഞിട്ടുള്ള വർഷമായിരുന്നല്ലേ. നിങ്ങൾ +2 അവൻ കഴിഞ്ഞിട്ട്. അപ്പൊ അവൻ +2 അവൻ ഹെഡ് ബോയ് ആയി. അപ്പം അവനാണ് ഈ കൾച്ചറൽ മീറ്റിനൊക്കെ, അതായത് 3 ദിവസം തൃശ്ശൂരിലൊക്കെ പോയി നിൽക്കേണ്ട പരിപാടിയില്ല. അതായത് 3 ദിവസം സ്കൂളുകാരായിട്ട് കൊണ്ടുപോകും. ഫുഡും എല്ലാ ചെലവും അവരുടെ. ഈ പറഞ്ഞ കലോത്സവത്തിൽ ജയിക്കുന്ന പിള്ളേരെയൊക്കെ ആയിരിക്കും കൊണ്ടുപോകുന്നത്. പക്ഷെ ആ വർഷം എങ്ങാണ്ടുണ്ടല്ലോ ആർട്ട് ഫെസ്റ്റിവൽ വരുന്നതിന് മുമ്പാണ് കലോത്സവം വന്നത്. അത് കലോത്സവം എല്ലാ ICC അങ്ങനെ എന്തോ ഒരു സംഭവം. അപ്പം സെലക്ഷൻ നടത്താൻ പറ്റിയില്ല. പക്ഷെ ഇൻസിക്ക് എത്ര ആൾക്കാരെ കൊണ്ടുപോകാം. പക്ഷെ ഇൻസി അത് പ്രിൻസിപ്പൾ എടുത്ത് സംസാരിച്ച് സമ്മതം വാങ്ങണം. അപ്പൊ ഇൻസി നോക്കിയപ്പം ഒരു ദിവസം എൻ്റെ മറ്റേ ഇംഗ്ലീഷ് ബുക്കില്ലേ, പോയട്രി ബുക്ക് ഉണ്ടല്ലോ നമ്മുടെ ഇംഗ്ലീഷ് പോയട്രി ബുക്കിനകത്ത് എല്ലാം ശ്രദ്ധിച്ചാൽ മതി. അതായത് ഇവിടാണ് പോയം സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ ഈ പേജ് ബ്ലാങ്ക് ആയിട്ടിരിക്കുമല്ലോ. ഈ ബ്ലാങ്ക് പേജിൽ മൊത്തം ഞാൻ ഇങ്ങനെ ഓരോ പടങ്ങൾ വരച്ച് വെച്ചിട്ടുണ്ട്, ഓരോ കാർട്ടൂൺ ഡ്രോയിങ്. അപ്പൊ ഇൻസി അത് എന്തോ ഒരു വട്ടം ഇങ്ങനെ കണ്ട് ഇൻസി നോക്കിയപ്പോ ഇതൊക്കെ ആര് വരച്ചേടാ? ഞാൻ വരച്ചത്. നിനക്ക് കഴിവുണ്ടോന്നായിരിക്കും ഉദ്ദേശിച്ചത്. അപ്പൊ അന്ന് വിചാരിച്ച് കഴിവില്ലാത്തവരെന്നായിരിക്കും. കഴിവുണ്ടടാ, ഞാൻ വരച്ചത് ഈ വെറും പാടാണ്. അങ്ങനല്ല. അതെന്താന്ന് പറയും പടം വരച്ചു തുടങ്ങിയത്. ഞാൻ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പഠിക്കത്തില്ലല്ലോ. പഠിക്കാതിരിക്കുമ്പോ ചില സബ്ജക്റ്റ് ഒക്കെ ആണെങ്കിൽ സംസാരിക്കാൻ പറ്റത്തില്ല. കാരണം ചില മിസ്സുമാരൊക്കെ ആണെങ്കിൽ അനങ്ങുന്ന കണ്ടു കഴിഞ്ഞാൽ അപ്പൊ സീന. അപ്പൊ ചില മിസ്സുമാര് നീ മിണ്ടാതിരിക്കുവാണെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്തോ. അപ്പൊ ഞാൻ ആ പീരീഡൊക്കെ ഞാൻ ഇരുന്ന് പടം വരയ്ക്കും. നോട്ട്സ് ഒക്കെ എഴുതും കുട്ടി. അത് കണ്ടാ മതി. അങ്ങനെ ഇരുന്ന് പടം വരച്ച് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. 8ാം ക്ലാസ് ഞാൻ പഠിക്കുമ്പോഴല്ലോ, ഞാൻ അന്ന് ഒരു ഗോക്കു ഇല്ലേ, ഡ്രാഗൺ ബോൾ ഗോക്കുവിന്റെ ഒരു പടം, ചുമ്മാ അറിയാത്തവർക്ക് വേണ്ടി പറയാം, ഗോക്കു. അപ്പം അതിനകത്ത് ഞാനൊരു ഗോക്കുവിന്റെ ഒരു പടം വരച്ചപ്പോൾ ആ പടം ഞാൻ ചുമ്മാ വരച്ചത് ഒരു ബുക്കിനകത്ത് കണ്ടു. അത് വെട്ടിയിട്ട് നിങ്ങളുടെ ക്ലാസ്സിലുള്ള പിള്ളേർ മതിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അത് മിസ്സുമാർക്ക് എല്ലാം അറിയാം. മിസ്സുമാരൊക്കെ പഠിപ്പിച്ചോണ്ടിരിക്കുമ്പോൾ നടന്നു വരുമ്പോൾ ബൈ പീറ്റർ പറഞ്ഞ കഴിവുണ്ട്, എന്തൊക്കെയോ കഴിവുണ്ട്, എന്നിട്ടും നല്ലതൊന്നും പറഞ്ഞ. എന്തായാലും ആ ഫോട്ടോ എനിക്ക് ഇപ്പോഴും ഉണ്ട്. ഞങ്ങളുടെ 8ാം ക്ലാസ്സിലെ ക്ലാസ് റൂമിൽ ഏറ്റവും ബാക്കിൽ ഇവിടെ ആയിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിസ്സുമാർ നടന്നല്ലേ പഠിപ്പിക്കുന്നത്, 2 സൈഡിലും ബെഞ്ചിൻ ഡെസ്ക് ഇട്ടേക്കുന്നു, നടുക്കൂടെ ചില മിസ്സുമാർ നടന്ന് പഠിപ്പിക്കുമല്ലോ. അപ്പോൾ ബാക്ക് എത്തുമ്പോൾ അഴകിത് കാണും. അങ്ങനെയാണ്. അപ്പം പടം വരയ്ക്കും ഞാൻ. അങ്ങനെ അന്ന് ഇൻസി കണ്ടിട്ട് ഇൻസി പറഞ്ഞ് ഇതൊക്കെ നീ വരച്ചാണ്. അപ്പോൾ ഇൻസിയാണ് ഹെഡ് ബോയ്. അപ്പോൾ ഇൻസി ആണെങ്കിൽ ഓക്കെ കാർട്ടൂൺ ഡ്രോയിങ്ങിന് പീറ്റർ പറഞ്ഞാണ്. അങ്ങനെ പേരിട്ടിട്ടാണെങ്കിൽ സാറുമാര് വിടുമോ, പ്രിൻസിപ്പൾ സമ്മതിക്കോ പീറ്ററിന് കഴിവുണ്ട്? ഇവനാണോ കൊണ്ടുപോകുന്നത്? വേറെ ആരും എന്റെ ചോറുണ്ടെന്ന് ആ പയ്യന
ഞാൻ കുറച്ച് നാൾ ഞാൻ 2 വർഷമൊക്കെ കുറച്ച് നാളത്തേക്ക് പ്രിൻസിപ്പളിന്റെ കൂടെ ഇരുന്ന ഫുഡ് കഴിച്ചോണ്ടിരുന്നു. എന്തോ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് പ്രിൻസിപ്പൾ പറഞ്ഞു, ഇന്ന് നീ എൻ്റെ കൂടെ ഉച്ചയാകുമ്പോൾ നീ എൻ്റെ കൂടെ വന്ന്, നീ കണ്ടിട്ടുണ്ടോ തന്നെ ഞാൻ ഓഫീസ് റൂമിന്റെ ഫ്രണ്ടിൽ ഇരുന്ന് പ്രിൻസിപ്പളിന്റെ കൂടെ ഇരുന്ന ഫുഡ് കഴിക്കുന്നു. നിനക്ക് ഇനി ലഞ്ച് ബ്രേക്ക് ഇല്ല, നീ ലഞ്ച് ബ്രേക്ക് ആകുമ്പോൾ ക്ലാസ് എൻ്റെ കൂടെ വന്ന് സാറിൻ്റെ കൂടെ ഇരുന്ന് കഴിക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു 2-3 മാസം കഴിയുമ്പോൾ ഞാനും സാറ് ഫ്രണ്ട്സ് ആവുന്ന. ഞാൻ അയച്ചോ കുഴപ്പമില്ല, ഇച്ചിരി പണിഷ്മെന്റ് ആണെങ്കിൽ പയ്യെ ഇങ്ങനെ സെറ്റ് ആക്കണം, ഇങ്ങനെ സെറ്റ് ആക്കി കഴിഞ്ഞാൽ നമ്മള് ഞാൻ വെച്ചാന്നുള്ള ഫ്രണ്ട്സ് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയില്ലടാ, ഇന്ന് നോക്കാറ് പോലും ഇല്ലടാ. ഞാൻ ആ ബെഞ്ച് ഇരുന്നൊറ്റയ്ക്ക് കഴിക്കും, എന്താ കഴിക്കാൻ കൊണ്ടുവന്നു ചോദിച്ചോളൂ. മറ്റേ വിലയിലാണ് എനിക്ക് തരുന്നത്. നീ വല്ലതും വേണമെന്നില്ല ചോദിച്ചാൽ കൊടുക്കാതൊക്കെ വെച്ചിരുന്നേ, പക്ഷെ ചോദിക്കട്ടെ, എന്നെ നോക്കുന്ന പോലും ഇല്ല. എന്നിട്ട് ഇൻസി സെലക്ട് ചെയ്തു തന്നെ പ്രിൻസിപ്പൽ സീനാക്കി. പക്ഷെ ഇൻസി സംസാരിച്ച് ഇൻസി അപ്പൊ സെലക്ഷൻ പോലും ഇല്ലാതെ ഇൻസി എന്നെ ആർട്ട് ഫെസ്റ്റിവലിൽ കൊണ്ടുപോകാന്നുള്ള തീരുമാനമായി. അപ്പൊ എന്റെ ക്ലാസ് ടീച്ചർ ആരാ, ജാക്കി. ഇൻസി ആണെങ്കിൽ ഉണ്ടല്ലോ, ഈ ഞങ്ങൾ കലോത്സവത്തിന് പോകാൻ പോകും. അപ്പൊ അന്ന് ലാസ്റ്റ് ഡേ, അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഞങ്ങൾ കലോത്സവത്തിന് പോകാൻ നിൽക്കുന്നത്. അപ്പൊ ഇൻസി പറയണ മറ്റേ നമ്മുടെ അമ്മച്ചിയുടെ ഒരു അമ്പലം ഉണ്ടല്ലോ മറ്റേ പോലീസ് സ്റ്റേഷന്റെ അടുത്ത്, കളക്ടറേറ്റിന്റെ അടുത്ത്, ആ അമ്പലം, നമുക്ക് അവിടെ പോയി തേങ്ങ ഉടച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവരെന്തിനാ ക്രിസ്ത്യാനിയും ഒരു മുസ്ലിം ഞാൻ മാത്രമല്ല, ഇൻസി, സുബയ, ഞാൻ, മെർലിൻ, അനു, മതസൗഹാർദ്ദം നോക്കണേ. അല്ല എന്റെ മാത്രമല്ല, അവര് പാട്ട് പാടുന്നതിനൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ ബസ് ഇറങ്ങുന്ന അമ്മച്ചൂടില്ല, അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് ഒരു 100 മീറ്റർ പോയ ഒരു അമ്പലമുണ്ട്. അപ്പൊ ആ അമ്പലത്തിൽ പോയി. അപ്പൊ അവിടെ സ്ഥിതി കണ്ടിട്ടില്ല. ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോഴാണെങ്കിലും ആ ബസ് വഴി പോകുമ്പോൾ അവിടുത്തെ മെയിൻ ആചാരം തേങ്ങ ഉടയ്ക്കണം. ഗണപതി അമ്പലം എന്ന് പറഞ്ഞാൽ വിഘ്നങ്ങള് അതായത് തടസ്സങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗണപതിക്ക് തേങ്ങ ഉടയ്ക്കുന്നത്. അപ്പൊ അവിടെ ചെന്ന് പറഞ്ഞ് നമുക്ക് തേങ്ങ ഉടയ്ക്കാം. ഓക്കെ, ഉടയ്ക്കാം. ഫസ്റ്റ് പ്രൈസ് എനിക്ക് തന്നെ കിട്ടണേ. പക്ഷെ ഈ തേങ്ങ ഉടക്കുന്ന പ്ലെയിൻ അവിടെ പോകുന്നവരില്ലായിരുന്നു. അപ്പൊ ക്ലാസ് കഴിഞ്ഞ് നേരത്തെ കയറണം. അപ്പൊ ഈ തേങ്ങ ഉടക്കാൻ ഞങ്ങൾ ക്യൂ നിന്നപ്പോഴേക്ക് ക്ലാസ് കയറാൻ ലേറ്റ് ആയി. പകുതി വരെ ക്യൂ നിന്നിട്ട് ഇങ്ങനെ തേങ്ങ ഉടക്കാതെ വരുന്നു. ദൈവത്തോട് കോപിക്കുന്നവരൊക്കെ അല്ലേ, വേണ്ട ചെയ്തിട്ട് പോകും, ഇടയ്ക്ക് വെച്ച് നിർത്തി ഇനി കോപിച്ചാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോഴേക്കും അന്ന് ഞങ്ങൾ എല്ലാവരും ലേറ്റ് ആയിട്ടാണ് വന്നത്. അപ്പൊ ലേറ്റ് ആയിട്ട് വന്നപ്പം പ്രിൻസിപ്പളോട് കാര്യം പറയാം, കലോത്സവത്തിന് കൊള്ളാരോ ഒന്ന് പ്രാർത്ഥിക്കാൻ. ഇപ്പൊ ലേറ്റ് ആയത് ന്യായമായ കാര്യമല്ലേ, ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഈ ജാക്കി എടുത്ത്, അപ്പൊ ഞാൻ ലേറ്റ് ആയിട്ട് വന്നപ്പോൾ പ്രിൻസി വന്നിട്ട് പറഞ്ഞ് കലോത്സവത്തിന് ഇവനെന്ത് കല ഇരിക്കുന്നു. അപ്പൊ കാർട്ടൂൺ ഡ്രോയിങ്. അപ്പൊ എന്താ പറഞ്ഞത് എനിക്ക് എന്തോ മോശമായിട്ട് അയാൾ പറഞ്ഞു. എന്നെ നാണം കെടുത്തി എന്നെ ഊക്കി വിട്ട് എന്നെ കളിയാക്കടാ. അപ്പൊ ഞാൻ ഭയങ്കര അന്ന് രാത്രി തൊട്ട് മനസ്സിൽ ഉറപ്പിച്ചു, കലോത്സവത്തിന് പ്രൈസ് കൊണ്ട് ഈ തെണ്ടികളെ അണ്ണാക്കി കയറ്റണം. ഞാൻ വിചാരിച്ച കണക്കല്ലായിരുന്നു, ഭയങ്കര കഴിവുള്ളവന്മാരില്ല. ഈ കാർട്ടൂൺ ഡ്രോയിങ്. അപ്പൊ ഞാൻ വരയ്ക്കുന്നത് നോക്കിയാ വരയ്ക്കുന്നത്, എനിക്ക് നോക്കി വരയ്ക്കാനേ അറിയത്തുള്ളൂ. അപ്പൊ ഇൻസി എനിക്ക് കുറച്ച് ഐഡിയാസ് ഒക്കെ പറഞ്ഞു തന്നിട്ട് കുറെ ടോപ്പിക്കൊക്കെ പറഞ്ഞു തന്നാ, ഇങ്ങനെ പാർട്ടിക്കാരെ കുറിച്ച് ചോദിക്കണേ, നീ കാർട്ടൂൺ ഡ്രോയിങ് ഇല്ലേ, അപ്പൊ അതിനകത്ത് എക്സാജറേറ്റ്, അതായത് ഡ്രോയിങ്ങിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, പറയാൻ ഉദ്ദേശിച്ച ഒരു കോമിക് ആയിട്ട് കാണിക്കണം. അപ്പം നീ ഇപ്പൊ വരയ്ക്കുന്ന ഒരാളെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ വട്ടം വരച്ചിട്ട് ഇങ്ങനെ കാണിച്ചാലും അതൊരു കാർട്ടൂണാണ്. പക്ഷെ നീ ടോപ്പിക്ക് പറയുമ്പോൾ ടോപ്പിക്കിന് ക്രിയേറ്റീവായിട്ട് ഒരു കാര്യം പറയണം, മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെ കുറെ ഇപ്പൊ ഒരു പാർട്ടിക്കാരെ കണ്ണിച്ചെരിപ്പൂരി അടിക്കുന്ന അങ്ങനെ എന്തൊക്കെ പല സംഭവങ്ങളുണ്ടല്ലോ, അങ്ങനെയൊക്കെ വരയ്ക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് കൾച്ചർ മീറ്റിന് തൃശ്ശൂർ വെച്ചായിരുന്നു. തൃശ്ശൂർ കൾച്ചർ മീറ്റിന് പോയിട്ട് ഞാൻ കുഴപ്പമില്ല, എനിക്ക് വലിയ പേടിയൊന്നും ഇല്ലല്ലോ, ഞാൻ അറിയുന്നില്ലല്ലോ. ഞാനിരുന്നപ്പോൾ വട്ടത്തിരുന്ന വരയ്ക്കുന്നു. അപ്പൊ എല്ലാവരും അടുത്തടുത്തിരുന്ന് വരയ്ക്കുമല്ലോ. ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ പ്രിൻസി പറഞ്ഞിടക്ക് ഞാനൊരു വെച്ച വട്ടമൊക്കെ വരച്ച് തലയൊക്കെ വരച്ച്. ഇപ്പുറത്ത് ഒരുത്തരുണ്ടല്ലോ, ഒരു പാലത്തിനകത്ത് ഒരാൾ നിൽക്കുന്നു, ഒരു മറ്റേ ബ്രിഡ്ജിനകത്ത് ഒരാൾ മുമ്പേ കിട്ടി എന്തുകൊണ്ട് അത് മറ്റേ പാർട്ടികളെ മറ്റേ മുല്ലപ്പെരിയാർ ഡാമോ അങ്ങനെ എന്തോ കണ്ടോ, ഇവനെ അതുപോലെ വരച്ചു വെച്ചേക്കും. ദൈവമേ, അപ്പഴേ എനിക്ക് മനസ്സിലായി കിട്ടത്തില്ല, അവിടെ കിട്ടിയില്ല. ടോപ്പിക് എന്തായിരുന്നു? പാർട്ടിയാ? എനിക്ക് ടോപ്പിക് ഓർമ്മയില്ല, പക്ഷെ എന്തോ പാർട്ടി ടോപ്പിക് തരും. അപ്പൊ ആ ടോപ്പിക് തൃശ്ശൂരല്ലേ, ആനനെ വരച്ച് ജയിച്ചാനേ. ഞാൻ തൃശ്ശൂർക്കാരനാണ്. എനിക്ക് പറയാം, കൊല്ലംകാർക്ക് ഈ കലോത്സവം അടിപൊളിയല്ലേ? നീ പോയിട്ടുണ്ടോ കലോത്സവത്തിന്? മറ്റേ ICC മീറ്റിനോ? അത് ഞാൻ പോയിട്ടില്ല. നീ പോയിട്ടുണ്ടോ?
അതായത് മറ്റേ ഓൾ കേരള യൂത്ത് ഫെസ്റ്റിവലിന് പോയിട്ടുണ്ട്. ഫസ്റ്റ് വേറെ സ്കൂളിൽ പോയി അവിടെ ക്ലാസ് നൈറ്റ് എന്തായിരുന്നു? നൈറ്റ് മ്യൂസിക് അല്ല, ഞാൻ ആക്ച്വലി കുറെ ഈ ഞങ്ങളുടെ ഇതിന് വേണ്ടിയിട്ട് ആർട്സിനൊന്നും ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം അവസാനം സ്കൂൾ വിടാറായപ്പോൾ 11നും 12നും ഒന്ന് ചെയ്താൽ കൊള്ളാവുന്നുണ്ട് പോകുന്നതിന് മുമ്പ്. അങ്ങനെ വെസ്റ്റേൺ ബാൻഡ്, സിനിമാറ്റിക് മ്യൂസിക്, അറബിക് ഡാൻസിനൊക്കെ ചേർന്നു. നന്നായി പാട്ട് പാടും കേട്ടാ, സത്യമായിട്ടും നന്നായി പാട്ട് പാടും. അറബിക് ഡാൻസ് അറബിക് ഡാൻസ് അറബിക് പാട്ട് നമ്മള് അറബിക് നമ്മുടെ ഈ അറബികളിടുന്ന മറ്റേ സാധനം ഇല്ലേ, വേറെ മറന്നുപോയി, മറ്റേ അതൊക്കെ ഇട്ടിട്ട് നമ്മൾ അതിനനുസരിച്ച് ഡാൻസ് കളിച്ച് അറബിക് പക്ഷെ ഞാൻ സിനിമാറ്റിക് ഡാൻസിനെ കയറിയത് അതൊരു അല്ല, ചുമ്മാ കയറിയതാ. ആളില്ലാത്തവരിലേക്ക് പോയിട്ട് മറ്റേ പാട്ട് കളിക്കണം, മറ്റേ ജയറാമിന്റെ അങ്ങനത്തെ സിനിമാറ്റിക് പാട്ട് നമുക്ക് ചൂസ് ചെയ്ത് ഡാൻസ് കളിക്കാം. അറബിക് ഡാൻസിനോ? അറബിക് ഡാൻസിനും കളിക്കാം. അല്ല, അറബിക് ഡാൻസിന് അറബി പാട്ട് വേണം. മലയാളത്തിൽ ആദ്യമായിട്ട് ഞാൻ അറബിക് വൈബ് കൂടുന്നത് ആ പാട്ട് അല്ല നമ്മൾ കണ്ടത് ചിലപ്പോ അതായിരിക്കും. ശരിയാ, ഞാനും ആദ്യമായിട്ട് വ്യത്യസ്തമാണ്. അതും പിന്നെ ഏത് പരിപാടി നടന്നാലും, ഏത് കല്യാണത്തിന് പോയാലും, ഏത് വെള്ളമടിക്ക് പോയാലും വെള്ളമടിയോ എന്താ വെള്ളടിക്കുമ്പോൾ പാട്ടിട്ട് തുള്ളുമല്ലോ. ഒരു കല്യാണത്തിന് ഞാൻ ഈ പാട്ടിന് ഡാൻസ് കളിച്ചിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. കലാകാരന് കലാപ്രതിഭയാണ്. എത്ര ക്ലാസ്സിലായിരുന്നു? അത് ക്ലാസ്സിലല്ല, അതിപ്പം 2 വർഷമായി കാണും, 2-3 വർഷമായി. ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അഭിനയ കുലപതിയാണിരിക്കുന്നതൊന്നുമല്ല, ഞാൻ കണ്ടിട്ടുണ്ട്. ഷോർട്ട് ഫിലിമാ? ഷോർട്ട് ഫിലിം അല്ല, ഫോൺ വീഡിയോ. മോണോ ആക്ട് അല്ല, നമ്മുടെ മലയാളത്തിലാ സ്കിറ്റിന്റെ മറ്റേ നീളം, അതായത് നാടകം പോലത്തെ ഒരു സെറ്റപ്പ്. നാടകം നടക്കും. നല്ല കഴിവ്. നാടകം എന്ന് പറയുമ്പോൾ 30-40 മിനിറ്റ് കാണത്തില്ല. അത്ര അത് തന്നെ നാടകം തന്നെ, സ്കിറ്റ് അല്ല നാടകം. ഞാൻ മൈം ചെയ്തിട്ടുണ്ട്. മൈം ചെയ്തിട്ടുണ്ട്. മൈം ചെയ്ത് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഐ മീൻ ഞങ്ങളുടെ സ്കൂളിൽ. നീ ഏത് വർഷം നിനക്ക് ഫസ്റ്റ് കിട്ടിയത്? +1. ഞാൻ ഓർമ്മയില്ല, നമ്മള് മൈം ഒരുമിച്ചായിരുന്നു. ശരി, ഫോണിന്റെ ടോപ്പിക് ആണോ ചെയ്തത്? നമ്മളപ്പോ ഒരുമിച്ചാണോ? നമ്മൾ ഒരുമിച്ചായിരുന്നു ചെയ്തത്. മറ്റേ ഫോണിന്റെ ടോപ്പിക്ക്. നിങ്ങൾ ഹാൻഡ് മൈം എന്ന് പറഞ്ഞ സാധനം കേട്ടിട്ടുണ്ടോ? വൈറ്റ് ഗ്ലൗസ് ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്ത് എനിക്ക് ഓർമ്മയുണ്ട്. നമ്മള് സാറ്റർഡേസിലൊക്കെ വരുമായിരുന്നു മൈം പ്രാക്ടീസ് ചെയ്യും. എന്നിട്ട് അടിപൊളി വീഡിയോ കാണുന്നുണ്ട് അതിന്റെ. Guys, watch it. രണ്ടുപേരും താടി വീശി കടിച്ച് പിള്ളേർ മുട്ടുപൊക്കത്ത് മൈം മൊത്തം കളയുമല്ലോ. മൈം ആരാന്ന് അറിയാൻ പറ്റും. ഇതൊന്നും കുഴപ്പമില്ല, പക്ഷെ നാളെ കളിക്കേണ്ടി വരും. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ വാച്ചൊന്നും ഇല്ലട്ടോ, ചുമ്മാ പറയുന്നത് പലതും പറയും. ഇവിടെ വെറുതെ പറയുന്നത് കലാകാരന്മാരാണ് നിങ്ങളെല്ലാവരും. ഞാൻ പണ്ടിന്ന മാതിരി ഗോകുല് വരച്ചപ്പോ എല്ലാവരും ഗോവിന്ദ ചാമിന്ന് പറഞ്ഞത്. പടം വരച്ച് കഴിഞ്ഞപ്പോ അത് ഗോക്കുമായിട്ടൊന്നും വരച്ചത് പറഞ്ഞ പോലെ. പക്ഷെ ആരെങ്കിലും ആയല്ലോ. ഞാൻ ഒരു രേഖാചിത്രം വരയ്ക്കുന്ന ആളാണ്. ഐഡന്റിറ്റി പടത്തിന് സെക്കൻഡിൽ തന്നെ വിളിച്ചിട്ടുണ്ട് ടോവിനോട് വില്ലനായിട്ട്. കൊള്ളാം, സൂപ്പർ. ഇതോടെ നമ്മൾ ഈ പരിപാടി അവസാനിപ്പിക്കുന്നു ഗൈസ്. കലാകാരല്ലാത്തൊരു വേറെ എങ്ങോട്ടൊക്കെ സംസാരിച്ച് കേറി പോകുന്നു. അപ്പം കേക്കാം. ഇത് വെറുതെ ഇരിക്കുന്നതല്ല, ഓഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുന്നതാണ്. കൊറേ പേര് ഈ ലാപ്ടോപ്പോട് വയ്ക്കുന്ന പട്ടിഷോ എന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. പട്ടിഷോ എന്നല്ല പറഞ്ഞത്, പത്രം ന്യൂസ് വായിക്കായിരിക്കും. ഇന്നത്തെ വാർത്തകൾ, കേരള വാർത്തകൾ, ഇടുക്കി ജില്ലയിൽ. അല്ല, ഇത് ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നതാണ്. അയ്യോ, തെറ്റിദ്ധരിക്കരുത്, റെക്കോർഡിംഗ് ആണ്. ഓഡിയോ റെക്കോർഡിംഗ്.